ഖുറാന് ഹസ്രത്ത് മുഹമ്മദ് ജീവിച്ചിരുന്ന കാലത്ത് പൂർണ്ണമായിട്ട് ശേഖരിച്ചതായിട്ടല്ല പറയുന്നത്. ഹസ്രത്ത് മുഹമ്മദിൻ്റെ മരണശേഷം അവരുടെ ജീവിച്ചിരുന്ന ഖലീഫമാർ കൂട്ടിവെച്ച ഗ്രന്ഥമായിട്ടാണ് ഖുറാനെ ഹദീസുകൾ തന്നെ പറയുന്നത്. സഹീ ബുഖാരി വോള്യം 6 ബുക്ക് 60 ഹദീസ് നമ്പർ 201. അന്ന് ആദ്യമായി അവർ ശേഖരിക്കുവാൻ വേണ്ടി തുടങ്ങിയപ്പോൾ അവർ തന്നെ പറയുന്നത്, പ്രവാചകൻ ചെയ്തിട്ടില്ലാത്തൊരു കാര്യം നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണ്? ഖുറാൻ ക്രോഡീകരണത്തിൽ ആദ്യം അവർക്ക് തന്നെ സംശയമായിരുന്നു, ഇത് ഒരുമിച്ച് ക്രോഡീകരിക്കപ്പെടേണ്ട പുസ്തകമാണോ അല്ലയോ? അത് പോകട്ടെ, ഹസ്രത്ത് മുഹമ്മദ് ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഖുറാൻ പഠിക്കണമെങ്കിൽ 4 പണ്ഡിതന്മാരുടെ വിദഗ്ധരായി അദ്ദേഹം പരിചയപ്പെടുത്തി കൊടുത്തു. അബ്ദുള്ള ഇബൻ മസൂദ്, സലീം, ഉബൈ ബിൻ കാബ്, മുദ്വ എന്ന 4 പണ്ഡിതന്മാരെ ഹസ്രത്ത് മുഹമ്മദ് പരിചയപ്പെടുത്തി കൊടുത്തു. അവരിൽ ചിലർ, സലീം, ഉദാഹരണത്തിന് സലീം ഈ ഖുറാൻ ക്രോഡീകരണത്തിന് മുമ്പ് തന്നെ മരിച്ചു. അതുകൊണ്ട് അദ്ദേഹത്തിന് ഉപയോഗപ്പെടുത്താൻ സാധ്യമല്ല. എന്നാൽ ഈ ഖുർആൻ ക്രോഡീകരണ സമയത്ത് ജീവിച്ചിരുന്ന പണ്ഡിതന്മാർ ഹസ്രത്ത് മുഹമ്മദ് നിങ്ങളിൽ ഇവരിൽ നിന്ന് ഖുർആൻ പഠിക്കണമെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്ത പണ്ഡിതന്മാരുണ്ട്. ഇതെവിടെ പറഞ്ഞിരിക്കുന്നത്? സഹീ ബുഖാരി വോള്യം 6 ബുക്ക് 61 ഹദീസ് നമ്പർ 521. അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ 4 പണ്ഡിതന്മാരിൽ നിന്ന് പഠിക്കണമെന്ന്. ഖുർആൻ ക്രോഡീകരിക്കുവാൻ വേണ്ടി വരുന്നവർ ആദ്യം വിളിക്കേണ്ടത് ആരെയാ? ജീവിച്ചിരിക്കുന്ന ഈ പറഞ്ഞ പണ്ഡിതന്മാരെയാണ്. സംഭവിച്ചത് അന്ന് ജീവിച്ചിരുന്ന ഈ പണ്ഡിതന്മാരെ കംപ്ലീറ്റ് അങ്ങ് അവഗണിച്ചു. എന്ന് മാത്രമല്ല ഇവർ ഈ ഖുറാൻ ക്രോഡീകരിച്ച് കഴിഞ്ഞിട്ട് ഒരു കാര്യം ചെയ്തു. ഈ പറഞ്ഞ പണ്ഡിതന്മാരുടെ കൈവശമുണ്ടായിരുന്ന പുസ്തകങ്ങളും അന്ന് ഖുറാൻ ബാക്കിയുള്ളവർ എഴുതി വെച്ചിരുന്നതായ പുസ്തകങ്ങളും എല്ലാം എടുത്തിട്ട് എന്ത് ചെയ്തു? കത്തിച്ച് ഖുറാൻ കളഞ്ഞു. ആര് കളഞ്ഞു? അന്ന് ഖുറാൻ ക്രോഡീകരിക്കാനായിട്ട് കൂടിയവർ. അവർ ഹസ്രത്ത് മുഹമ്മദ് ഏർപ്പെടുത്തിയ പണ്ഡിതന്മാരെ ഒന്നാമത് ഉപയോഗിക്കാതെ സ്വന്തം ഇഷ്ടത്തിന് ഖുറാൻ ക്രോഡീകരിച്ച ശേഷം ആ പണ്ഡിതന്മാരുടെ പുസ്തകങ്ങളിലൂടെ കൂടി എടുത്ത് കത്തിച്ച് കളഞ്ഞു. തെളിവ് എഴുതിയെടുത്തു. സഹീ ബുഖാരി വോള്യം 6 ബുക്ക് 61 ഹദീസ് നമ്പർ 510. ഇത് ഇവരുടെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. ബാക്കിയുള്ള ഖുറാൻ എല്ലാം കൂടെ ശേഖരിച്ച് കത്തിച്ച് കളഞ്ഞു. ആദ്യത്തെ ഖുറാൻ കത്തിക്കുന്നത് എവിടെയാ? അവരുടെ ഖലീഫകളാണ് കത്തിച്ചത്. ഈ വിശുദ്ധ ബൈബിള് വിശ്വസിക്കുന്ന ആരും അത് കത്തിച്ച് കളഞ്ഞ ചരിത്രമേ ഇല്ല പ്രിയ സ്നേഹിതരെ. എന്നാൽ ഖുറാൻ ക്രോഡീകരിച്ചവർ തന്നെ ഖുറാൻ കത്തിച്ച് കളഞ്ഞു. ബാക്കിയുള്ള ഖുറാനെല്ലാം കൂടെ കൂട്ടി കത്തിച്ച് കളഞ്ഞെന്നാ. അപ്പം തന്നെ നമുക്ക് തോന്നണം, എന്തു തോന്നണം? എന്തിനാണ് ഇവർ ഈ ബാക്കിയുള്ള ഖുറാൻ കത്തിക്കുന്നത്? ഹസ്രത്ത് മുഹമ്മദ് എഴുതി വെച്ചത് അതേപോലെ എഴുതി വെക്കുന്നവരാണെങ്കിൽ ബാക്കിയുള്ള ഖുറാൻ എന്തിനാണ് കത്തികരിച്ച് കളയുന്നത്? തെളിവുകൾ നശീകരിപ്പിക്കുകയല്ലേ? സംശയമുള്ളവരല്ലേ തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടിയല്ലേ കത്തിച്ചു കളയുന്നത്? ഖുറാൻ ക്രോഡീകരണത്തിൻ്റെ ചരിത്രം ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പ്രകാരം തന്നെ സംശയാസ്പദമായ ഒരു ചരിത്രമാണ്. അപ്രകാരമുള്ളൊരു ചരിത്രമല്ല ബൈബിളിൻ്റെ ചരിത്രം. ബൈബിളിൻ്റെ ചരിത്രം എന്ന് പറയുന്നത് നമ്മുടെ സങ്കീർത്തനം 32:8 ദൈവമായ യഹോവ നമ്മളോട് പറഞ്ഞു, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഒരു കൗൺസിലുകളും കൂടാതെ, ചരിത്രത്തിൽ ഒരു കൗൺസിലുകളും കൂടാതെ പരിശുദ്ധാത്മാ നേതൃത്വത്താൽ മാത്രം ക്രോഡീകരിക്കപ്പെട്ട പുസ്തകമാണ് ഈ 66 പുസ്തകങ്ങൾ. ഈ 66 പുസ്തകങ്ങൾ പോലെയാണോ കത്തിച്ചു കളഞ്ഞ പുസ്തകങ്ങൾ? മാത്രമല്ല പ്രിയ സ്നേഹിതരെ, ഖുറാനിൽ ഇന്ന് ഇല്ലാത്ത ധാരാളം അധ്യായങ്ങളുണ്ട്. അതുകൂടെ പറഞ്ഞിട്ട് അടുത്ത പോയിന്റിലേക്ക് ഞാൻ പോട്ടെ. ഖുറാനിൽ ഇന്ന് ധാരാളം ഹസ്രത്ത് മുഹമ്മദ് പറഞ്ഞ ധാരാളം കാര്യങ്ങൾ ഇന്ന് ഖുറാനിൽ ഇല്ല. എന്നാൽ ഒരു മുസ്ലിം നിന്ന് പ്രസംഗിക്കുന്നത് എപ്പോഴും ഒരു മാറ്റവുമില്ലാത്ത ഖുറാനാണിത്.
ഞാൻ തെളിവുകൾ പറയുന്നത് അവരുടെ പുസ്തകങ്ങളിൽ നിന്നാണ്. സഹി മുസ്ലിം ബുക്ക് 5 ഹദീസ് നമ്പർ 2286. അതിനകത്ത് പറയുന്നത് സൂര ബക്കറയെ പോലെ തുല്യമായ മറ്റൊരു സൂറ ഉണ്ടായിരുന്നു, അത് ഇന്ന് ഇല്ല. എവിടാ പറഞ്ഞിരിക്കുന്നത്? ഹദീസില്. അപ്പോൾ ഒരധ്യായം, ഖുറാനിലെ ഏറ്റവും വലിയൊരു അധ്യായത്തിന് തുല്യമായ ഒരു അധ്യായം എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടു പോയിരിക്കുക. ഇനി അത് തിരികെ കിട്ടാനും പറ്റുകയില്ല. കാരണം എന്താ? എല്ലാം കത്തിച്ച് കളഞ്ഞില്ലേ. ഇനി എങ്ങനെ തിരികെ കിട്ടാനാ? എവിടെയെങ്കിലും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നമുക്ക് അന്വേഷിക്കാമായിരുന്നു. പക്ഷെ കത്തിച്ച് കളഞ്ഞ സ്ഥിതിക്ക് ഇനി അത് കിട്ടുകയില്ലല്ലോ. അതേപോലെ സഹി ബുഖാരി വോള്യം 8 ബുക്ക് 82 ഹദീസ് നമ്പർ 817 പറയുന്നത് ഹസ്രത്ത് മുഹമ്മദ് ഖുറാനിലൂടെ പഠിപ്പിച്ചത്, അള്ളാഹു ഖുറാനിലൂടെ പഠിപ്പിച്ചത് വ്യഭിചാരികളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ്. എന്നാൽ ഇന്നത്തെ ഖുറാനകത്ത് അതില്ല. ഇന്നത്തെ ഖുറാനകത്ത് കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് പറഞ്ഞ വചനമേ ഇല്ല. എവിടെയത്? അതുപോലെ തന്നെ പരിരക്ഷിക്കപ്പെട്ട ഏക ഗ്രന്ഥമാണെന്നാണ് തിരുവല്ലായി പറഞ്ഞത്. മുസ്ലിം പുസ്തകങ്ങൾ മാത്രം വായിക്കുമ്പോൾ അനേകം നൂറുകണക്കിന് വാക്യങ്ങളാണ് അതിലില്ലാത്തത്. സൂറ അൽ ബക്കറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറുകണക്കിന് വാക്യങ്ങളാണ്. ആ വാക്യങ്ങൾ, അത്രയും വാക്യങ്ങളാണ് നഷ്ടപ്പെട്ടു പോയത്. പ്രിയ സ്നേഹിതരെ, ഹദീസുകളുടെ കാര്യം എന്താണ്? ഖുറാൻ ക്രോഡീകരിച്ചവര് മുഹമ്മദ് പറഞ്ഞ പണ്ഡിതന്മാരെ അവഗണിച്ചുകൊണ്ട് അവരുടെ പുസ്തകങ്ങളെ കൂട്ടി നശിപ്പിച്ച് കളഞ്ഞിട്ട് ക്രോഡീകരിച്ച ഒരു പുസ്തകമാണ് ഹദീസോ. ഹദീസ് പറഞ്ഞവര് ജോനാഥൻ AC ബ്രൗൺ പറയുന്നത്, ഹദീസ് പറയുന്നവര് പച്ചക്കള്ളം പറയുന്നവരായിരുന്നു. സംശയമുണ്ടല്ലേ? പേജ് 73 ജോനാഥൻ AC ബ്രൗണ്, പേജ് 73 അദ്ദേഹം പറയുന്നത്, ഒരു മുസ്ലിം ഏറ്റവും നല്ല മുസ്ലിം ആണെങ്കിൽ അവൻ ഏറ്റവും കൂടുതൽ ഹദീസുകൾ കെട്ടിച്ചമയ്ക്കും. ഇത് ഷെയ്ഖ് ബ്രൗൺ, ഇദ്ദേഹം മുസ്ലിം പണ്ഡിതനാണ്. ഇന്ന് ഇദ്ദേഹം മുസ്ലിം പണ്ഡിതനാണ്. ഇദ്ദേഹം അക്കാലത്തുണ്ടായിരുന്ന പേജ് 73 തന്നെ യാഹിയ സെയ്ദ് അൽ ഖത്തൻ എന്ന ഹദീസ് പണ്ഡിതനെ ഉദ്ധരിച്ചുകൊണ്ടും പറയുന്നത്, മുസ്ലിമിൽ ഒരുവൻ ഏറ്റവും വിശ്വാസിയാണോ അവനാണ് ഏറ്റവും അധികം കള്ളം പറയുന്നതെന്നാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇത് ശ്രദ്ധിക്കണം. അതിനെ അവരെങ്ങനെ ന്യായീകരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധിക്കണം. അതിനെ അവർ പറയുന്നത്, മുഹമ്മദ് ഞങ്ങളെ പഠിപ്പിച്ചത് ഹസ്രത്തിന് മുഹമ്മദിന് എതിരായിട്ട് കള്ളം പറയരുത്, മറിച്ച് അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് കള്ളം പറയാം. നിങ്ങളുടെ വാക്ക് ഉവെങ്കിൽ ഉവം, ഇല്ല എങ്കിൽ ഇല്ലായുമായിരിക്കട്ടെ, അതിലധികമായതെല്ലാം ദുഷ്ടനിൽ നിന്ന് വരുന്നു എന്നാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ചത്. എന്നാൽ അവിടെ അനുകൂലമായിട്ട് കള്ളം പറയാം. പ്രിയ സ്നേഹിതരെ, എന്ന് മാത്രമല്ല, ഹദീസിൽ ഈ വിശ്വസ്തരായ മുഹമ്മദിന്റെ കൂടെ നടന്ന എല്ലാവരും അങ്ങ് വിശ്വസ്തരായിരുന്നുവെന്നാണ് ജനാബ് MM അക്ബർ മൗലവി പറയുന്നത്. പക്ഷെ പണ്ഡിതന്മാർ അങ്ങനല്ല പറയുന്നത്. അത് തന്നെയല്ല, ഹദീസുകൾ നമ്മൾ പരിശോധിച്ചാൽ തന്നെയും ഇവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് കാണാം ഇവർ കള്ളവ പറയുന്നതാണ്. സഹി മുസ്ലിം ബുക്ക് 4 ഹദീസ് 1034 അവിടെ അബൂ ഹുറൈറ, ഏറ്റവും അധികം ഹദീസുകൾ ലഭിച്ചേക്കുന്ന അബൂ ഹുറൈറ പറയുന്നത്, സ്ത്രീയും നായും കഴുതയും പ്രാർത്ഥന മുടക്കുമെന്ന് മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടെന്ന്. സ്ത്രീയും നായും കഴുതയും. എന്നാൽ ഹസ്രത്ത് മുഹമ്മദിന്റെ ഭാര്യയായിരുന്ന ആയിഷ പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ടില്ല, പ്രവാചകൻ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ മുൻപിൽ കിടന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ആര് പറയുന്നത് നമ്മൾ വിശ്വസിക്കണ്ടേ? അബൂ ഹുറൈറ പറയുന്നതാണോ ആയിഷ പറയുന്നതാണോ? ആരെങ്കിലും ഒരാൾ ഇതിൽ കള്ളം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഹദീസുകൾ നമ്മൾ ചേർത്ത് പഠിക്കുമ്പോൾ തന്നെ ഇത് കള്ളം പറഞ്ഞവർ പറഞ്ഞതാണ് എന്ന് നമുക്ക് ബോധ്യമാകും. അങ്ങനെയുള്ള ഹദീസുകൾ നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ?
അത് മാത്രമല്ല പ്രിയ സ്നേഹിതരെ, ഇസ്ലാമിൽ ഇത് പറയുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. എന്നാൽ പറയുമ്പോൾ എല്ലാം പറയണമല്ലോ, സത്യമെല്ലാം മുഴുവനായി പറയണമല്ലോ. ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ് അനുകൂലമായി കള്ളം പറയുക എന്നുള്ളത്. അനുവദിക്കപ്പെട്ട കാര്യമാണ്. താക്കിയ എന്നാണ് അതിന് പറയുന്നത്. ഈ താക്കിയയുടെ ഉസ്താദാണ് ജനാബ് MM അക്ബർ മൗലവി. അദ്ദേഹം പറയുന്നത് മുഴുവൻ അനുകൂല കള്ളങ്ങളും, എതിരായിട്ട് അദ്ദേഹം കള്ളം പറയത്തില്ല, അതുറപ്പാണ്. അനുകൂലമായി എന്തു വേണമെങ്കിലും നൈസിയൻ കൗൺസിലിൽ ചർച്ചാ വിഷയമല്ലാത്ത കാര്യങ്ങളിൽ കൂടെ തന്നെ ചർച്ചാ വിഷയമായിട്ട് പറയും. മുസ്ലിമായ ഒരു പണ്ഡിതനെ മുസ്ലിം അല്ല എന്ന് പരസ്യമായിട്ട് പറയും. കാരണം ജോനാഥൻ AC ബ്രൗൺ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ധരിക്കുമോ ഇദ്ദേഹം മുസ്ലിമാണെന്ന്? പേര് കേൾക്കുമ്പോൾ നമ്മളാരും ധരിക്കുകയില്ല, നമ്മളാരും പരിശോധിക്കാനും പോവുകയില്ല. അങ്ങനെയാണെങ്കിൽ ഇരിക്കട്ടെ ഒരു കള്ളം എന്ന് പറഞ്ഞ് അദ്ദേഹം പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ എല്ലാ ശൈലികളും. മറിച്ച് ഇത് മാത്രമല്ല, ശേഖരിച്ച വിധം ഇത് ദൃക്സാക്ഷികളാണോ എന്നുള്ള ചോദ്യങ്ങൾ മാത്രമല്ല ബൈബിളിനെ പറ്റി അദ്ദേഹം ഉയർത്തിയത്. അദ്ദേഹം പറയുന്നത് ബൈബിൾ ആകെ അങ്ങ് വൈരുദ്ധ്യങ്ങളാണെന്നാണ്. ഇത് അഭിനയിച്ച് കാണിക്കുകയും കൂടെ ചെയ്തു അദ്ദേഹം. അന്ന് ബൈബിളിലെ വൈരുദ്ധ്യങ്ങൾ അദ്ദേഹം അഭിനയിച്ച് കാണിച്ചു. ആ ക്ലിപ്പുകൾ നമുക്കൊന്ന് കാണാം. കാരണം MM അക്ബർ മൗലവി പറയുന്നതാണ്, ഇതുവരെ ജോനാഥൻ AC ബ്രൗൺ പറഞ്ഞ ഇംഗ്ലീഷ് ക്ലിപ്പുകളായതുകൊണ്ടാണ് ഞാൻ പലതും വേണ്ട എന്ന് വെച്ചത്. ജോനാഥൻ അക്ബർ പറയുന്ന ക്ലിപ്പ് 9, ക്ലിപ്പ് 10. ഈ 4 സാക്ഷികൾ ഇവിടെ പറഞ്ഞതുപോലെ കുരിശുമരണം എന്നുള്ള ചരിത്ര വസ്തുത എന്ന് നമ്മൾ വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ 4 സാക്ഷികളാണുള്ളത്. ഈ 4 സാക്ഷികളെ നമ്മൾ ആധുനികമായ ഒരു കോടതിക്ക് മുന്നിലേക്ക് കൊണ്ടുപോവുക. കുരിശുമരണം എന്ന സംഭവം അതിനെ സാക്ഷീകരിക്കാൻ ഉതകുന്നതാണോ ഈ 4 സാക്ഷികളുടെയും സാക്ഷ്യമെന്ന് പരിശോധിക്കുക. 4 സാക്ഷികളുടെ അവരാരും ക്രിസ്തുവിനെ കാണുകയോ ക്രിസ്തുവിന്റെ ക്രൂശീകരണം നിരീക്ഷിക്കുകയോ ചെയ്തിട്ടില്ല എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കി. ഇനി അവരെല്ലാം നിരീക്ഷിച്ച ആളുകൾ തന്നെയാണ് എന്ന് വാദത്തിനു വേണ്ടി സമ്മതിച്ചുകൊണ്ട് 4 സാക്ഷികളെ ഹാജരാക്കി നോക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഈ തിരുവല്ല അങ്ങാടിയിൽ വെച്ച് ഒരു അപകടം നടന്നു എന്ന് വിചാരിക്കുക. ആ അപകടം നടന്നതിന് 4 സാക്ഷികളുണ്ട്. 4 സാക്ഷികളിൽ ഓരോരുത്തരെ വിളിച്ച് ജഡ്ജി അവരെ വിളിച്ച് സാക്ഷ്യവിസ്താരം നടത്തുന്നു. സാക്ഷ്യവിസ്താരം നടത്തുന്ന സന്ദർഭത്തിൽ ഒരാൾ പറയുന്നു അവിടെ അപകടം നടന്നത് ഒരു മോട്ടോർ ബൈക്കും ഒരു ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ചതാണ് ഇത്. വേറൊരാൾ പറയുന്നു അവിടെ അപകടം നടന്നത് ഒരു ബുള്ളറ്റ് ബൈക്കും അതോടൊപ്പം ഒരു കാറും കൂട്ടിയിടിച്ചതാണ് എന്ന്. വേറൊരാൾ പറയുന്നത് ഒരു ബസ്സും മോട്ടോർ ബൈക്കും കൂട്ടിയിടിച്ചതാണ് എന്നാണ്. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ അഭിപ്രായം ഒരേ സംഭവത്തിന്റെ സാക്ഷ്യം പറയുന്ന ആളുകൾ പറഞ്ഞാൽ ആ സാക്ഷികളെ ആധുനികമോ പൗരാണികമോ ആയൊരു കോടതിയും സാക്ഷ്യത്തിന് കൊള്ളുന്നതായി അംഗീകരിക്കുകയോ അവർ പറയുന്ന സാക്ഷ്യം അവർ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പറയുന്ന കാര്യം അംഗീകരിക്കപ്പെട്ട കാര്യമായി സമ്മതിക്കുകയോ ചെയ്യുകയില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ക്രിസ്തുവിന്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4 സുവിശേഷ കർത്താക്കളും പറഞ്ഞു പോരുന്ന കാര്യങ്ങളെ നമ്മൾ പരിശോധനാ വിധേയമാക്കിയാൽ നമുക്ക് കാണാൻ കഴിയുക ഈ വൈരുദ്ധ്യങ്ങളുടെ കലവറയാണ്. ക്രിസ്തുവിനെ അദ്ദേഹത്തെ ഒറ്റുകൊടുക്കുവാൻ വേണ്ടി യൂദാസ് സന്നദ്ധമായ സന്ദർഭം മുതൽ ആ ഒറ്റുകൊടുക്കാൻ വേണ്ടി യൂദാസും പിലാത്തോസിന്റെ പടയാളികളും കടന്നു വന്നപ്പോഴുള്ള ക്രിസ്തുവിന്റെ പ്രതികരണം മുതൽ ക്രിസ്തുവിനെ കൊണ്ടുപോകുന്ന രംഗം മുതൽ ക്രിസ്തുവിനെ ക്രൂശീകരിച്ചതിന് ശേഷമുള്ള അവസാനത്തെ വർത്തമാനം വരെയുള്ള വിഷയങ്ങളിൽ തികച്ചും വൈരുദ്ധ്യങ്ങളുടെ കലവറയാണ്. ഓരോ വൈരുദ്ധ്യങ്ങളും മാത്രം എടുത്ത് പറഞ്ഞാൽ തന്നെ അതൊരു വിഷയാവതരണത്തിന്റെ സമയമായി പോകും. ക്രിസ്തുവിനെ ക്രൂശീകരിക്കുവാൻ വേണ്ടി ഒറ്റുകൊടുക്കുവാൻ വേണ്ടി യൂദാസും പിലാത്തോസിന്റെ പടയാളികളും കടന്നു വരുന്ന സമയത്ത് യേശുക്രിസ്തു നേർക്ക് നേരെ ചെന്നുകൊണ്ട് അദ്ദേഹത്തെ ഇവരോട് ചോദിക്കുകയും നിങ്ങൾ ആരെയാണ് അന്വേഷിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ നസാറാക്കാരനായ യേശുവിനെ എന്ന് പറഞ്ഞപ്പോ അത് ഞാൻ തന്നെ എന്ന് പറയുകയും ആ സമയത്ത് ഇവർ വീണു പോവുകയും പിന്നീടും ഞാൻ തന്നെ എന്ന് പറയുകയും അങ്ങനെ അദ്ദേഹം സ്വയം ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തതായി യോഹന്നാൻ പറയുമ്പോൾ ഇതിന് വിരുദ്ധമായി മറ്റു 3 പേരും പറയുന്നത് ആ സംഭവങ്ങളെ അല്ല, മറിച്ച് തികച്ചും വിരുദ്ധമായ കാര്യമാണ്.
യൂദാസ് ഒറ്റുകൊടുക്കുകയും അവർക്ക് മനസ്സിലാകാതെ യേശുക്രിസ്തു ഇന്നയാളാണ് എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയും അങ്ങനെ പിടിച്ചുകൊണ്ടുവരികയും ചെയ്തു എന്ന കാര്യപാട്. അങ്ങനെ ക്രൂശീകരിക്കുവാൻ വേണ്ടി പിടിച്ചതിന് ശേഷം യേശു അവനെ എങ്ങോട്ട് കൊണ്ടുപോയി എന്ന വിഷയം മുതൽക്ക് പിന്നീടും തർക്കപാട്. അന്നാസിന്റെ അടുത്തേക്കാണോ കയ്യാഫാസിന്റെ അടുത്തേക്കാണോ കൊണ്ടുപോയത് എന്ന് ചോദിച്ചാൽ ചിലർക്ക് പറയാനുള്ളത് അന്നാസിന്റെ അടുത്തേക്കാണ് എന്നാണ്, മറ്റു ചിലർക്ക് പറയാനുള്ളത് കയ്യാഫാസിന്റെ അടുക്കലേക്കാണ് എന്നാണ്. ക്രൂശീകരിക്കാൻ വേണ്ടി ഗോൽഗോത്ത മലയിലേക്ക് ക്രിസ്തുവിനെ കൊണ്ടുപോകുമ്പോ ആരാണ് കുരിശു ചുമന്നത് എന്ന ചോദ്യത്തിന് ക്രിസ്തു തന്നെയാണ് കുരിശു ചുമന്നത് എന്ന് ചിലരും, അതല്ല ക്രിസ്തുവല്ല അത് കരേനയക്കാരനായ ശിമയോനാണ് ചുമന്നത് എന്ന് മറ്റു ചിലരും പറയുന്നു. ഇനി അങ്ങനെ പോയാൽ അവസാനം ക്രൂശീകരണം നടന്നതായി 4 പേരും സാക്ഷ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. ക്രൂശീകരണം നടന്നത് എങ്ങനെ? മത്തായിയുടെ ഭാഷയിൽ പറഞ്ഞാൽ മത്തായി 26-ാം അധ്യായത്തിലെ 30-ാമത്തെ വചനം മുതൽക്കുള്ള വചനങ്ങളിൽ ക്രൂശീകരണത്തെ കുറിച്ചുള്ള വർത്തമാനമുണ്ട്. അവിടെ മത്തായി തന്റെ സുവിശേഷത്തിൽ പറയുന്നത് ക്രൂശീകരണം നടക്കുമ്പോ കുരിശിൽ കടന്ന് യേശു ക്രിസ്തു വാവിട്ട് കരഞ്ഞ് ഏലി ഏലി ലമ്മാ സബക്താനി, ദൈവമേ ദൈവമേ നീ എന്നെ എന്തിനാണ് കൈവിട്ടത് എന്ന് പൊട്ടിക്കരഞ്ഞ് അദ്ദേഹത്തിന്റെ ജീവൻ വെടിഞ്ഞു എന്നാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായപ്രകാരം ക്രിസ്തു യേശു പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് ഏലി ഏലി ലമ്മാ സബക്താനി എന്ന് പറഞ്ഞുകൊണ്ടാണ് തന്റെ ജീവൻ കളഞ്ഞത്, ജീവൻ പോയത് എന്നാണ്. എന്നാൽ ഇതേ കാര്യം യോഹന്നാൻ വിശദീകരിക്കുമ്പോ യേശു ക്രിസ്തു തന്റെ ചുണ്ടിൽ വിനാഗിരി വെച്ചു കൊടുത്ത ആളുടെ മുന്നിൽ പറഞ്ഞ് എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞ് വളരെ സമാധാനത്തോടുകൂടി ചായച്ചു വെച്ച് ജീവനെ ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. ഇവിടെ ഞാൻ സൂചിപ്പിക്കുന്നത് വളരെ വിരുദ്ധമായ വ്യത്യസ്തങ്ങളായ അക്കൗണ്ടുകൾ, വ്യത്യസ്തമായ നിരീക്ഷണം ക്രൈസ്തവരെ പോലെയല്ല. മത്തായിയും യോഹന്നാനും 2 കാര്യം പറയുമ്പോ എന്താണ് യാഥാർത്ഥ്യമെന്നറിയാൻ രണ്ടാളി മുഖത്തേക്ക് നോക്കി നിൽക്കുക എന്നല്ലാതെ മറ്റൊരു മാർഗവും ക്രൈസ്തവരുടെ കയ്യിലില്ല. മത്തായി പറയുന്നു ഏലി ഏലി ലമ്മാ സബക്താനി എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് യേശുക്രിസ്തു ജീവൻ വെടിഞ്ഞത് എന്ന്. യോഹന്നാൻ പറയുന്നു എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞ് സമാധാനത്തോടുകൂടി തലചായ്ച്ചു കൊടുക്കുകയാണ് ചെയ്തത് എന്ന്. എന്താണ് സംഭവിച്ചത് എന്നറിയാൻ മത്തായി പറഞ്ഞത് മത്തായും പറഞ്ഞു, യോഹന്നാൻ പറഞ്ഞത് യോഹന്നാനും പറഞ്ഞു എന്ന് പറയല്ലാതെ, അതല്ലെങ്കിൽ രണ്ടും സംഭവിച്ചിട്ടുണ്ടാകും, ആദ്യം പൊട്ടിക്കരഞ്ഞതിന് ശേഷം പിന്നൊന്ന് തലചായ്ച്ചതായിരിക്കും എന്ന് വ്യാഖ്യാനിക്കല്ലാതെ വേറൊരു നിർവാഹവുമില്ല. ഇവിടെ 4 വൈരുദ്ധ്യങ്ങളാണ് അദ്ദേഹം ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാട്ടിയത്. ഏറ്റവും അവസാനത്തെ വൈരുദ്ധ്യം അദ്ദേഹം വീണ്ടും ആവർത്തിക്കുകയും ചെയ്തു. വൈരുദ്ധ്യങ്ങളെന്ന് അദ്ദേഹം ആരോപിക്കുന്ന കാര്യം, ആദ്യമേ ഏറ്റവും അവസാനത്തെ വൈരുദ്ധ്യമെന്ന് അദ്ദേഹം ആരോപിച്ച കാര്യം വിശുദ്ധ ബൈബിളിൽ നിന്ന് വായിച്ച് കേൾപ്പിച്ച ശേഷം എന്താണ് വൈരുദ്ധ്യം എന്ന് പറഞ്ഞതിന് നിർവചനം നൽകി കൊണ്ട് മറ്റു 3 വൈരുദ്ധ്യങ്ങളെന്ന് ആരോപിച്ച കാര്യങ്ങളെയും നമ്മൾ സൂക്ഷ്മമായിട്ട് ഒന്ന് നിരീക്ഷിക്കാം. ഈ 4 കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഏറ്റവും അവസാനം പറഞ്ഞ കാര്യത്തിൽ നിന്ന് ഞാൻ ആദ്യം തുടങ്ങാം. ഞാൻ ആദ്യം ബൈബിള് മാത്രം ഒന്ന് വായിക്കാം. എന്താ? മത്തായിയുടെ സുവിശേഷം 27:46 കർത്താവായ യേശു ക്രിസ്തു ഏലി ഏലി ലമ്മാ ശതബ്ദാനി, എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് നിലവിളിച്ചു. 46 പറഞ്ഞിട്ടുണ്ടെങ്കിൽ 47 നിന്നവർ അത് കേട്ട് കളിയാക്കിയതായിട്ട് പറയുന്നു. 48 1 സ്പോങ് എടുത്ത് പുളിച്ച വീഞ്ഞ് നിറച്ചുകൊണ്ട് അവർ കുടിപ്പാനായിട്ട് കൊടുത്തു. 49 ഏലിയാവ് ഇവനെ രക്ഷിപ്പാൻ വരുമോ എന്ന് പറഞ്ഞ് അവർ കളിയാക്കി. 50 യേശു പിന്നെയും നിലവിളിച്ച്, അവിടെ എന്താ നിലവിളിച്ചെന്ന് പറഞ്ഞിട്ടില്ല, യേശു പിന്നെയും നിലവിളിച്ച് ശേഷം തൻ്റെ ജീവനെ വിട്ടു. അപ്പൊ യേശു ലേലി ഏലി ലമ്മാ ശബ്ദാനി എന്ന് പറഞ്ഞപ്പോഴാ പുളിച്ച വീഞ്ഞ് കൊടുക്കുന്നതിന് മുമ്പാണ് പറഞ്ഞത്. ഇനി യോഹന്നാന്റെ സുവിശേഷം ഒന്ന് വായിക്കാം. അദ്ദേഹം പറഞ്ഞ വൈരുദ്ധ്യമാണെന്ന്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 30-ാം വാക്യം, പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം യേശു എല്ലാം നിവർത്തിയായി എന്ന് പറഞ്ഞു. അപ്പോൾ MM അക്ബർ മൗലവി ചോദിക്കുന്നത്, പുളിച്ച വീഞ്ഞ് കുടിക്കുന്നതിന് മുമ്പും പുളിച്ച വീഞ്ഞ് കുടിച്ചതിന് ശേഷവും പറഞ്ഞ കാര്യങ്ങൾ രണ്ടും രണ്ടാണല്ലോ വൈരുദ്ധ്യമെന്നാണ്. പുളിച്ച വീഞ്ഞിന് കുടിച്ചതിന് ശേഷം പറഞ്ഞതല്ല, പുളിച്ച വീഞ്ഞ് കുടിച്ചതിന് മുമ്പ് പറഞ്ഞത്. അതിൽ എന്ത് വൈരുദ്ധ്യമാണുള്ളത്? അക്ബർ മൗലവി ബൈബിൾ ഇവിടെ ദുർവ്യാഖ്യാനം ചെയ്യുകയാണ്.
ബൈബിള് പറഞ്ഞില്ല ഏലി ഏലി ലമ്മ ശബ്ദാനി എന്ന് പറഞ്ഞ് ജീവനെ വിട്ടെന്ന് ബൈബിള് പറഞ്ഞിട്ടുണ്ടോ? ഇതാണ് അവസാനത്തെ വാക്യം എന്ന് പറഞ്ഞിട്ടുണ്ടോ? അത് പറഞ്ഞ ശേഷം പിന്നെയും പുളിച്ച വീഞ്ഞിൻ്റെ രംഗവും പറഞ്ഞ ശേഷം അതും പറഞ്ഞ ശേഷമാണ് മത്തായി പറയുന്നത്. അത് പറഞ്ഞ ശേഷം പുളിച്ച വീഞ്ഞ് കുടിച്ചതിന് ശേഷം എന്താണ് പറഞ്ഞതെന്ന് വ്യക്തമായിട്ട് പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം എന്ന് യോഹന്നാനും എഴുതിയിട്ടുണ്ട്. ഇതെങ്ങനെ വൈരുദ്ധ്യമാകുന്നത്? വൈരുദ്ധ്യത്തിൻ്റെ നിർവചനം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം ഒരേ സമയത്ത് പരസ്പര വിരുദ്ധമായിട്ട് പറയുന്നതിനെയാണ് വൈരുദ്ധ്യം എന്ന് പറയുന്നത്. ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നു, ഇല്ല ഞാനിന്ന് ഇവിടെ ഇല്ലായിരുന്നു. ഇന്ന് ഇവിടെ ഉണ്ടായിരുന്നോ ഇല്ലായിരുന്നോ എന്ന് ഉണ്ടായിരുന്നെന്നും ഇല്ലായിരുന്നു എന്നും പറഞ്ഞാൽ അത് വൈരുദ്ധ്യമാണ് ഈ സമയത്ത്. എന്നാൽ ഞാൻ 2 മണിക്ക് റാന്നിയിലായിരുന്നു, 4 മണിക്ക് ഞാൻ തിരുവല്ലായി വന്നു എന്ന് പറഞ്ഞാൽ അത് വൈരുദ്ധ്യമാകുമോ? ഒന്ന് മുമ്പ് പറഞ്ഞതും മറ്റൊന്ന് ശേഷം പറഞ്ഞതുമായ കാര്യങ്ങളാണ്. ഇതുകൊണ്ട് സൈമൺ ഗ്രീൻലീഫ് എന്ന് പറഞ്ഞ ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രധാനപ്പെട്ട പണ്ഡിതനായിരുന്ന, ഹാർവേഡ് യൂണിവേഴ്സിറ്റിക്ക് നിയമത്തിൽ ഒരു പേരുണ്ടാക്കി കൊടുത്ത നിയമ പണ്ഡിതനായിരുന്ന സൈമൺ ഗ്രീൻലീഫ് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് ദ ടെസ്റ്റിമണി ഓഫ് ഇവാഞ്ചലിസ്റ്റ് എക്സാമിൻഡ് ബൈ ദ റൂൾസ് ഓഫ് എവിഡൻസ്, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് ഇതുപോലെ വിശ്വസ്തമായ മറ്റൊരു സാക്ഷ്യമില്ല എന്നാണ്. കാരണം എന്താണ് പ്രിയ സ്നേഹിതരെ? ഒരു കോടതിയിൽ നിങ്ങൾ 4 സാക്ഷികളെ അവതരിപ്പിക്കുക, 4 സാക്ഷികളും പറയുന്നത് ഒരേ വാക്കാണ്. 4 സാക്ഷികളും ഒരു സംഭവത്തെ ഒരേ വാക്കിൽ ഒരേപോലെ അങ്ങോട്ട് വിവരിക്കുകയാണെങ്കിൽ ജഡ്ജി എന്തു പറയും? നിങ്ങൾ 4 പേരും ഒത്തുചേർന്ന് ഗൂഢാലോചന ചെയ്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ദൃക്സാക്ഷി വിവരണത്തിൽ എപ്പോഴും വ്യത്യാസങ്ങളുണ്ടാവും. അത് വിവരണങ്ങളിലെ വ്യത്യാസമാണ്. അത് ദൃക്സാക്ഷി വിവരണത്തെ അനുകൂലമായി കാണുന്നതാണ്, പ്രതികൂലമായിട്ട് കാണുന്നതല്ല. ഈ ദൃക്സാക്ഷി വിവരണങ്ങളിലെ വ്യത്യാസങ്ങൾ ഒരുമിച്ച് വെച്ച് നോക്കുമ്പോഴാണ് അതിൻ്റെ പൂർണ്ണ ചിത്രം എപ്പോഴും കോടതിക്ക് കിട്ടുന്നത്. ഇത് മനസ്സിലാക്കാതെ ഏത് കോടതിയിൽ കൊണ്ട് നിങ്ങൾ ഹാജരാക്കിയാലും അവർ അംഗീകരിക്കുകയില്ലെന്ന് പറയാൻ ഇദ്ദേഹം പറയുമെങ്കിലും ലോകം കണ്ട നിയമപണ്ഡിതന്മാരിൽ മഹാപണ്ഡിതനായിരുന്ന സൈമൺ ഗ്രീൻലീഫ് പറയുന്നത് ഇതുപോലെ വിശ്വസ്തമായ മറ്റൊരു ദൃക്സാക്ഷി വിവരണം ഇല്ലെന്നാണ്. അദ്ദേഹത്തിൻ്റെ ട്രീറ്റീസ് ഓഫ് ദ ലോ ഓഫ് എവിഡൻസ് എന്ന് പറഞ്ഞ 3 വോള്യങ്ങൾ ഇന്നും നിയമപണ്ഡിതന്മാരുടെ ഇടയ്ക്കൽ ഒരു റഫറൻസ് ബുക്കാണ്. അദ്ദേഹം ആ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് സുവിശേഷത്തെ പരിശോധിച്ചിട്ടാണ് പറയുന്നത്. ഇത് മനസ്സിലിരുത്തിക്കൊണ്ട് നമുക്ക് മറ്റിതിലേക്ക് പോകാം. ക്രൂശ് ചുമന്നത് ആര്? 4 വൈരുദ്ധ്യങ്ങളുണ്ട്. ഞാനത് 2ാമത്തെയാണ്. അദ്ദേഹം പറയുന്നത് ശീമോനാണോ യേശു ആണോ എന്ന് നമുക്കറിയത്തില്ല. ഞാൻ വെറുതെ ഒന്ന് ബൈബിൾ വായിക്കാം, നിങ്ങൾ പറ ഇതിനകത്ത് വൈരുദ്ധ്യം എന്താണ്. വെറുതെ ഞാൻ വായിക്കുകയാണ്, ഒന്നും വ്യാഖ്യാനമായിട്ടില്ല, വെറുതെ വായിക്കുക. അവർ യേശുവിനെ കൈയേറ്റു, അവൻ താൻ തന്നെ ക്രൂശ് ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗോൽഗോത്ത എന്നു പേരുള്ള തലയോടിടം എന്ന സ്ഥലത്തേക്ക് പോയി. അവർ പോകുമ്പോൾ ശിമോൻ എന്ന പേരുള്ള ഒരു ക്രിയന്നക്കാരനെ കണ്ടു. അവർ പോകുമ്പോൾ ശിമോനെ കണ്ടു. ആദ്യമേ യേശു സ്വയം എടുത്തോണ്ട് പോയി. അവർ പോകുമ്പോൾ ശിമോനെ കണ്ടു. ഞാനിവിടെ ചെയ്തത് എന്താണെന്നറിയാമോ? യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് ഒരു വാക്യം വായിച്ച ശേഷം എൻ്റെ അഡീഷൻസ് ഒന്നുമില്ലാതെ മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നുള്ള അടുത്ത വാക്യവും ഞാൻ വായിച്ചു. ഒരുമിച്ച് വെച്ചപ്പോൾ എന്തെങ്കിലും വൈരുദ്ധ്യം ഉണ്ടോ? അവര് യേശുക്രിസ്തു ക്രൂശ് എടുത്തുകൊണ്ട് ഗോൽഗോത്തയിലേക്ക് പോകുമ്പോൾ എന്ന് വ്യക്തമായിട്ടാണ് മത്തായി എഴുതുന്നത്. ഇതാണ് വിവരണങ്ങളിലെ വ്യത്യാസം. ഒരുമിച്ച് വെക്കുമ്പോൾ പൂർണ്ണ ചിത്തം കിട്ടുമെന്ന് നിയമപണ്ഡിതന്മാർ പറയുന്നത്. ഈ വിവരണങ്ങളിലെ വ്യത്യാസം വൈരുദ്ധ്യമാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന മൗലവിയോട് നമ്മൾ എന്ത് പറയാനാണ്? അദ്ദേഹം മറ്റൊരിതായിട്ട് ചോദിച്ചത് എങ്ങോട്ട് കൊണ്ടുപോയി? ബൈബിൾ ഒന്നുകൂടെ ഒന്ന് ശ്രദ്ധിച്ച് വായിച്ചു നോക്കുക. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 13-ാം വാക്യം. ഒന്നാമത് ഹന്നാവിൻ്റെ അടുക്കലേക്ക് വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. എങ്ങനെ? ഒന്നാമത്
ഹന്നാവിൻ്റെ അടുക്കലേക്ക്. 18:24 ശേഷം കയ്യഫാവിൻ്റെ അടുക്കലേക്ക്. ഒന്നാമത് എങ്ങോട്ട് കൊണ്ടുപോയെന്നും രണ്ടാമത് എങ്ങോട്ട് കൊണ്ടുപോയെന്നും വ്യക്തമായിട്ട് സീക്വൻസിൽ എഴുതി വെച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ കയ്യഫാവിൻ്റെ അടുക്കലേക്ക് പോയ കാര്യം മാത്രമേ പറയുന്നുള്ളൂ എന്ന് പറഞ്ഞ് വൈരുദ്ധ്യമാകുന്നില്ല. കാരണം വൈരുദ്ധ്യമാകണമെങ്കിൽ മത്തായി കുറഞ്ഞ പക്ഷം പറയണമായിരുന്നു ഒന്നാമത് കൊണ്ടുപോയത് കയ്യഫാസിൻ്റെ അടുക്കലേക്കാന്ന് പറഞ്ഞായിരുന്നുവെങ്കിൽ വൈരുദ്ധ്യമാകുമായിരുന്നു. അല്ലെങ്കിൽ അത് വിവരണങ്ങളിലുള്ള വ്യത്യാസം മാത്രമാണ്. ഒന്നാമത് കൊണ്ടുപോയത് ഹന്നാവിൻ്റെ അടുക്കലേക്കും പിന്നെ കയ്യഫാവിൻ്റെ അടുക്കലേക്കും കയ്യഫാവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയി എന്നുള്ളത് രണ്ട് സുവിശേഷകന്മാരും ഒരുപോലെ സമ്മതിക്കുന്ന കാര്യമാണ്. ഇത് വിവരണങ്ങളിലുള്ള വ്യത്യാസമാണ്, ഇത് വൈരുദ്ധ്യമല്ല. വൈരുദ്ധ്യത്തിൻ്റെ നിർവചനം ഇദ്ദേഹത്തിന് അറിയാതെ പോയത് കൊണ്ട് സംഭവിക്കുന്നതാണിത് എന്ന് മാത്രമല്ല പ്രിയ സ്നേഹിതരെ, യൂദാസ് ചുംബിച്ചോ ഇല്ലയോ അദ്ദേഹത്തിൻ്റെ വലിയൊരു മൗലിക പ്രശ്നമാണിത്. യേശു ക്രിസ്തുവിനെ ക്രൂശിക്കാൻ കൊണ്ടുവന്നപ്പോൾ യൂദാസ് ചുംബിച്ചോ ഇല്ലയോ? യോഹന്നാന്റെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, യൂദായും അവരോടുകൂടെ ഉണ്ടായിരുന്നു. യോഹന്നാൻ 18:5. 6 വാക്യത്തിൽ യേശു ക്രിസ്തു ഞാൻ തന്നെ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി കൊടുത്തു. അത് കേട്ടപ്പോൾ ആദ്യം അവർ വീണു. രണ്ടാമത് യേശു ഞാൻ തന്നെ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി പിന്നെയും വീണ്ടും പറഞ്ഞു. മത്തായിയുടെ സുവിശേഷത്തിൽ യൂദാസ് ചുംബിച്ചതായിട്ട് 26:49 മാർക്കോസിന്റെ സുവിശേഷം 14:46 പറയുന്നുണ്ട്. അപ്പം ഇത് വൈരുദ്ധ്യമല്ല, എങ്കിലും ഇവിടെ ന്യായമായിട്ട് ഒരു ചോദ്യം ചോദിക്കാം. പരിചയപ്പെടുത്തി കഴിഞ്ഞ ശേഷം പിന്നെ എന്തിനാണ് യൂദാസ് ചുംബിപ്പിച്ചത് എന്ന് ന്യായമായിട്ട് ഒരു ചോദ്യം ചോദിക്കാം. അതിന് എന്ത് ചെയ്യണം? ന്യായമായിട്ടൊന്ന് ആലോചിച്ചാൽ മതി. ആലോചിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും അവർക്ക് കിട്ടിയ കൽപ്പന എന്താ. യൂദാസ് ചുംബിക്കുന്നതാരെയോ അവരെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള കൽപ്പനയും കൊണ്ടാണ് ഇവരിങ്ങോട്ട് വന്നിരിക്കുന്നത്, അല്ലേ? കാരണം എന്താ? യേശു ക്രിസ്തുവിനെ ദേവാലയത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്യാൻ അവർക്ക് പേടിയായിരുന്നു. കാരണം ജനം ഇളകുമോ എന്നുള്ളൊരു ഭയമുണ്ടായിരുന്നു. അപ്പോൾ രാത്രിയുടെ ആ മറവിൽ നിന്നുകൊണ്ട് യേശു ക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്യുമ്പോൾ അവർ പറഞ്ഞു, ഈ യൂദാസ് ആരെ ചുംബിക്കുന്നോ അവനെ മാത്രം അറസ്റ്റ് ചെയ്യുക. കാരണം വേറൊരാൾ വന്ന് ഞാൻ യേശു ക്രിസ്തു ആണെന്ന് പറഞ്ഞാലോ? അല്ല, അവരുടെ കൽപ്പന അതാണെങ്കിൽ, അവർക്ക് കിട്ടിയ കൽപ്പന അതാണെങ്കിൽ യേശു ക്രിസ്തു ഞാൻ തന്നെ എന്ന് പറയുമ്പോഴും അവർ അറസ്റ്റ് ചെയ്യത്തില്ല. അവർ അറസ്റ്റ് ചെയ്യും. എന്തിനു വേണ്ടി കാത്തിരിക്കും? യൂദാസ് അത് കൺഫേം ചെയ്ത് പറഞ്ഞു കൊടുക്കാനായിട്ട് അവർ കാത്തിരിക്കും. കാരണം അവർക്ക് കിട്ടിയ കൽപ്പന അനുസരിച്ചല്ലേ അവർ പ്രവർത്തിക്കുള്ളൂ. ഞാൻ ചുംബിക്കുന്നതാരെയോ അവനെ അറസ്റ്റ് ചെയ്യണമെന്നാണ് യൂദാസ് അതിനു മുമ്പും പറഞ്ഞത്. അപ്പോൾ യൂദാസ് ചുംബിക്കുന്നിടം വരെ കാത്തിരിക്കുക എന്നുള്ളത് ന്യായമായിട്ടുള്ള കാര്യമാണ്. ആ സാഹചര്യം നമ്മളൊന്ന് ആലോചിച്ചാൽ മാത്രം മതി. ഇത് കഴിഞ്ഞ ശേഷം MM അക്ബർ മൗലവി ഒരു വെല്ലുവിളി ഇതാണ്: ഖുറാനിൽ നിന്ന് ഒരു വൈരുദ്ധ്യമെങ്കിലും ആർക്കെങ്കിലും തെളിവെടുക്കാൻ കഴിയുമോ? ഖുറാനിലോ ഹദീസുകളിലോ ഖുറാനിലോ ഇതിൻ്റെ ഇതര പുസ്തകങ്ങളിലോ എന്തെങ്കിലും അബദ്ധം ഉണ്ട് എന്ന് തെളിയിക്കുവാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ എന്നാണ് ഈ MM അക്ബർ മൗലവി ചോദിക്കുന്നത്. അതൊരു വെല്ലുവിളി ആയതുകൊണ്ട് നമ്മളൊന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. കാരണം അദ്ദേഹം വെല്ലുവിളിച്ചതാണല്ലോ. നമ്മളത് പരിശോധിക്കാൻ വേണ്ടി ചെല്ലുന്നുണ്ടേ ഇഷ്ടംപോലെ വൈരുദ്ധ്യങ്ങളാണ്. ഒന്ന് രണ്ട് ചില കാര്യങ്ങൾ മാത്രം ഞാൻ ആദ്യം ഖുറാനിൽ നിന്നും പിന്നെ ശാസ്ത്ര അബദ്ധങ്ങളൊന്നുമില്ല എന്ന് പറയുന്ന ഈ പുസ്തകങ്ങളിൽ നിന്നും ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കും. അത് ശാസ്ത്ര അബദ്ധങ്ങളാണോ അല്ലയോ എന്ന് നിങ്ങൾ വീട്ടിൽ പോയി നിശ്ചയിച്ചാൽ മതി. ആണോ അല്ലയോ എന്ന് ഞാൻ പറയില്ല, പറഞ്ഞ കാര്യം എന്താണെന്ന് ഞാൻ പറയും. നിങ്ങളത് സ്വയമേ ചിന്തിച്ചോളണം. ആദ്യമേ ഖുറാനിൽ നിന്ന് ശാസ്ത്രീയ അബദ്ധങ്ങളല്ല, ചില ധാർമ്മിക ഉപദേശങ്ങളാണ്. 2:62 പറയുന്നത് സത്യവിശ്വാസികൾ യഹൂദന്മാരോ ക്രിസ്ത്യാനികളോ സാബിയൻസോ അള്ളാഹുവിലും അന്ത്യദിവസത്തിനും വിശ്വസിച്ച് സൽപ്രവൃത്തി ചെയ്താൽ പ്രതിഫലം ഉണ്ടാവും. സത്യവിശ്വാസികൾ അവർ യഹൂദന്മാരാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും സാബികളാണെങ്കിലും അള്ളാഹുവിലും അന്ത്യദിവസത്തിലും വിശ്വസിച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രതിഫലം ഉണ്ടാവും. അപ്പം യഹൂദന്മാരുടെ മാർഗം സ്വീകാര്യമാണോ അള്ളാഹുവിന്? ആണു അല്ലേ? ക്രിസ്ത്യാനികളുടെ മാർഗം സ്വീകാര്യമാണോ അള്ളാഹുവിന്? ആണു. ഇതനുസരിച്ച് ആണു. ഇത് അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്ത് അദ്ദേഹം പറഞ്ഞതാണ്.
ആദ്യകാലത്ത് അദ്ദേഹത്തിന് ആൾബലമില്ലാതിരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. അത് കഴിഞ്ഞ് അദ്ദേഹത്തിന് 23 വർഷത്തിൽ ആൾബലമായി, അദ്ദേഹത്തിന് ആയുധമായി, അദ്ദേഹം കൽപ്പിച്ചാൽ കൊല്ലുവാൻ തുനിഞ്ഞു നിൽക്കുന്ന പടയാളി സംഘമായി. അള്ളാഹുവിൻ്റെ വചനവും മാറി. ഇപ്പോൾ അള്ളാഹു പറയുന്നത് എന്താണ്? അള്ളാഹു പറയുന്നത് 3:85 ഇസ്ലാം അല്ലാതെ മറ്റൊരു മതം അള്ളാഹുവിന് സ്വീകാര്യമേ അല്ല എന്ന് മാത്രമല്ല, 9:28 ഇസ്ലാമിന് കീഴടങ്ങി ജീവിക്കും വരെ അവിശ്വാസികൾ, വിഗ്രഹാരാധികളായുള്ളവരെ, പിന്നീട് യഹൂദന്മാരെയും ക്രിസ്ത്യാനികളെയും പറയുന്നുണ്ട്, അവരോട് യുദ്ധം ചെയ്തു കൊള്ളുവാനാണ് പറയുന്നത്. ആദ്യകാലത്ത് അദ്ദേഹം പറഞ്ഞു യഹൂദന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും സാബിയൻസിൻ്റെയും മാർഗം അള്ളാഹുവിന് സ്വീകാര്യമാണ്. അതേപോലെ തന്നെ അദ്ദേഹം പറഞ്ഞു 2:286 ഇതും ആദ്യകാലത്ത് പറഞ്ഞതാണ്, മതത്തിൽ നിർബന്ധമേ ഇല്ല. എപ്പം പറഞ്ഞതാണ്? 100ഉം 150ഉം പേരുകൾ അനുയായികളായി ഉള്ളപ്പം മാത്രം അദ്ദേഹം പറഞ്ഞതാ. പക്ഷെ ഈ ആള് കൂടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതും മാറി. ആദ്യമേ സമാധാനം ന്യൂനപക്ഷമായിരിക്കുമ്പോൾ സമാധാനം, കുറച്ചുകൂടെ അങ്ങോട്ട് ശക്തി പ്രാപിക്കുമ്പോൾ ഡിഫൻസിന് വേണ്ടി യുദ്ധം, ഭൂരിപക്ഷമാകുമ്പോൾ ഞാൻ പറഞ്ഞത് കേട്ട് നീ ഇവിടെ ജീവിച്ചോണം. ഇങ്ങനെയാണോ ദൈവം വചനം പറയുന്നത്? അവൻ്റെ വചനങ്ങൾ ആൾബലത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറുമോ പ്രിയ സ്നേഹിതരെ? ആൾബലം കൂടിയത് കൊണ്ടോ കുറഞ്ഞത് കൊണ്ടോ ദൈവത്തിൻ്റെ വചനം മാറുമെന്ന് വിശ്വസിക്കുന്ന ഒരൊറ്റ ക്രിസ്ത്യാനി ഇവിടെ ഉണ്ടോ? ദൈവത്തിൻ്റെ വചനം നിത്യമായുള്ളതാണ്. അത് ആൾബലത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാറുന്ന വചനമല്ല വിശുദ്ധ ബൈബിളിലെ വചനം. പ്രിയ സ്നേഹിതരെ, ഈ വൈരുദ്ധ്യങ്ങളുടെ അക്ബറിൻ്റെ ഭാഷ കടമെടുത്ത് പറയുകയാണെങ്കിൽ വൈരുദ്ധ്യങ്ങളുടെ കലവറ കാരണം അള്ളാഹു, ഞാൻ ഒരു കാര്യം പറയട്ടെ, നേരത്തെ തന്നെ ഒരു ഭാഷ ഉപയോഗിച്ചോട്ടെ, ഒരു മുൻകൂർ ജാമ്യം അങ്ങ് എടുത്തു. മുൻകൂർ ജാമ്യം എന്താണെന്നറിയാമോ? സൂര 16:101 അള്ളാഹു ആയത്തുകളിൽ, അതായത് അള്ളാഹു ഒരു വചനം അയച്ചിട്ട് അതിലും നല്ലതായ വചനം പിന്നീട് കണ്ടു കഴിഞ്ഞാൽ ആദ്യത്തെ വചനം അള്ളാഹു റദ്ദാക്കുകയും രണ്ടാമത്തെ വചനം അള്ളാഹു ഉറപ്പിക്കുകയും ചെയ്യും. ഖുറാനിലുള്ളതാണ്. ഇത് ദൈവത്തിൻ്റെ വചനമാ. നിങ്ങൾ ആലോചിച്ചോ? ഞാനതിനൊരു വിധി കൽപ്പിക്കുന്നില്ല, കാര്യം ഉള്ള വസ്തുതകൾ പറയുകയാണ്. ആണോ അല്ലയോ എന്നുള്ളത് കേൾക്കുന്ന നിങ്ങളങ്ങ് നിശ്ചയിച്ചാൽ മതി. എന്ന് മാത്രമല്ല പ്രിയ സ്നേഹിതരെ, ഇനിയും ഹദീസുകളിലേക്ക് വരാം. കാരണം ഹദീസുകളില്ലാതെ ഖുറാനില്ലല്ലോ. ഈ ഹദീസുകളിലേക്ക് വരാം. ശാസ്ത്രത്തിൻ്റെ കലവറയാണ് ഹദീസ്. ശാസ്ത്രത്തിൻ്റെ കലവറയാണ് ഹദീസ്.